മുത്രമാണ്. ദാമു, ഇതാണ് ഞങ്ങളുടെ എല്ലാമായ ബാലേട്ടൻ. മദ്രാശിയെ വെച്ച് ഞങ്ങളുടെ പട്ടിണി മാറ്റിയ, ഞങ്ങൾക്ക് ജോലി വാങ്ങി തന്ന ബാലേട്ടൻ. സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇയാളെ കൊന്നേനെ. ബാലേട്ടാ, ഈ വീട്ടിൽ ഞങ്ങൾ സദാ ജാഗരൂകരാണ്. 1-2 ആക്രമണങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയ ഒരു സംവിധാനമാണിത്. സേടുകളായത് പിന്നെ ഞങ്ങൾക്ക് ബാലേട്ടനെ കാണാൻ ഒത്തില്ല. ട്രെയിനിങ് കഴിയുന്നതിന് മുമ്പ് ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി ഇങ്ങോട്ട് പോരേണ്ടി വന്നു. ദാമു, ചായ കൊണ്ടുവാ. ഞങ്ങളുടെ എല്ലാ വിജയത്തിന്റെ ആണിക്കല്ല് ബാലേട്ടനാ. ആ ബാലേട്ടന്റെ ആണിക്കല്ല് ഇളകിയിരിക്കുക. ആരിളക്കി? എങ്ങനെ ഇളക്കി? അതങ്ങനെ ഇളക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളത് ഉറപ്പിച്ചു തരും. ഇന്ന് കാണുന്നവനെ നാളെ കാണില്ല. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. എന്ന് വെച്ചാൽ വട്ടായി പോയെന്ന് തോന്നുന്നു. ബാലേട്ടന്റെ മാനസികാവസ്ഥക്ക് എന്തോ പ്രശ്നമുണ്ടോ? അത് തന്നെയാ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത്, ഭ്രാന്താണെന്ന്. ദാസാ, ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടമല്ലാട്ടോ. ബാലേട്ടൻ പോയി കുളിക്കേ, എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. വേണ്ട, ഞാൻ കയ്യിൽ വെച്ചോളാം. വേണ്ട, വിട്ടോ, ഞാൻ കയ്യിൽ വെച്ചോളാം. വേണ്ട. എന്താ അതിനകത്ത് ബോംബോ തോക്കോ വല്ലതും ഉണ്ട്? ബാലേട്ടൻ പോയി കുളിക്കേ. കുളിക്കുന്നത് നെല്ലിക്ക വെള്ളത്തിലാവുന്നതാണ് ഒന്നുകൂടെ നല്ലത്. എന്റെ കയ്യിൽ നിന്ന് കിട്ടും. ഈ ഓപ്പറേഷൻ വിജയിച്ചാൽ സിംലയിലോ ഡാർജിലിംഗിലോ അനന്തന് ഞാനൊരു ബംഗ്ലാവ് വാങ്ങിച്ചു തരും. ബംഗ്ലാവ് ഒന്നും വേണ്ട പ്രഭാകര. സുഖമായിട്ടും സമാധാനമായിട്ടും എവിടെങ്കിലും കള്ളക്കടത്ത് നടത്തി ജീവിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തന്നാൽ മതി. ഈ സിഐഡികൾ ഭൂമുഖത്ത് നിന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ ഇന്ത്യയിൽ ജീവിക്കാൻ എനിക്ക് ഭയമില്ല. നിന്റെ ആളുകള് ബാലന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കിഡ്നാപ്പ് ചെയ്തെന്ന് പറയും സത്യമാണോ? സത്യമാണോന്ന് അവരെ കൊന്നോട്ടോന്ന് ഇപ്പൊ ഫോൺ ചെയ്ത് ചോദിച്ചേ ഉള്ളൂ. എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ബാലൻ ആ സിഐഡികളെ തീർച്ചയായിട്ടും തട്ടും. എന്താ എന്താ കാര്യം? പ്രഭാകര, ഈ വീട് സിഐഡികൾ വളഞ്ഞിരിക്കുക. അതിഭയങ്കരനായ ഒരു സിഐഡി നമ്മളെ വീക്ഷിച്ചോണ്ടിരിക്കുക. എവിടെ? അങ്ങോട്ട് നോക്ക്. ഇതാണോ സിഐഡി? ഇയാളാ വീട്ടിൽ അടുത്ത കാലത്ത് താമസമായ ഒരു മഹാസാധുവാ. എല്ലാ സിഐഡികളും സാധുക്കളെ പോലെ ഇരിക്കും. നിന്റെ കഞ്ചാവ് ലോറി പിടിച്ച് തടിയും താടിയുള്ള ഒരുത്തനാണെന്നല്ലേ ഡ്രൈവർ പറഞ്ഞത്? അയാൾക്ക് തടിയും താടിയില്ലേ? നോക്ക്. നമ്പ്യാരെ, താൻ എന്നെ ഇങ്ങനെ ഒരുമാതിരി പേടിക്കാതെ നിവൃത്തിയില്ല പ്രഭാകര. സിഐഡികളുടെ ലക്ഷണം കണ്ടാ എനിക്കറിയാം. ആ തടിയൻ തമിഴ്നാട് സിഐഡികളുടെ കൂട്ടാളി തന്നെ. ഡെയിലിയാടി ഇവന്റെ അടുത്ത് തന്നെ വന്നത് വിട്ടിത്തമായി പോയല്ലോ. ഈശ്വര, തനിക്ക് അഭയം തന്ന ഞാനാ വിട്ടി. എവിടെയെങ്കിലും പോയി തൊലഞ്ഞൂടെ തനിക്ക്? ഇനി തൊലയുന്നത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും. അതെ സർ, സത്യമാണ്. ഗവേഷക ലോകത്തെ അമ്പരപ്പിക്കുന്ന സത്യം. ഞാനൊരു ആഞ്ഞിലി മരത്തിൽ ഒരു മാടം കെട്ടി ഫോട്ടോ എടുത്തു. ഫോട്ടോയിൽ പക്ഷിയുടെ ഇരട്ടക്കൊക്കുകൾ പതിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വെടിവെക്കാൻ നോക്കിയപ്പോഴാണ് തോക്കിൽ ഉണ്ടയില്ലെന്ന് മനസ്സിലായത്. ഇനി അബദ്ധം പറ്റുകയില്ല. തീർച്ചയായും ഞാൻ വെടിവെച്ച് വീഴ്ത്തും. ഇതുവരെയുള്ള എല്ലാ രഹസ്യങ്ങളും എന്റെ ബ്രീഫ് കേസിലുണ്ട്. മറ്റെന്തെല്ലാം നഷ്ടപ്പെട്ടാലും ബ്രീഫ് കേസ് വിട്ടുകൊടുക്കില്ല. ഏത് നിമിഷത്തിലും ഇനിയും ഒരു ആക്രമണം ഉണ്ടായേക്കാം. അതുകൊണ്ട് സ്ഥലം വിട്ടേ പറ്റൂ. സാറ് കാലത്ത് കാറുമായി വരണം. എത്രയും പെട്ടെന്ന് ഈ ബ്രീഫ് കേസിലെ രഹസ്യങ്ങൾ എനിക്ക് ലോകത്തിന് കാട്ടിക്കൊടുക്കണം. ഞാൻ വിചാരിച്ചു വല്ല സീഡുമാരും ആയിരിക്കുന്നു. സിഐഡികൾ തയ്യാറെടുത്തു കഴിഞ്ഞു. നമ്മളെ വെടിവെച്ച് കൊല്ലാനാണ് പരിപാടി. അന്ന് ഞങ്ങൾ കൊന്ന അശോകവർമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ബ്രീഫ് കേസിൽ എല്ലാ രേഖകളും ഉണ്ടായിരുന്നു. ഇടുക്കിയിലെയും പീരിമേട്ടിലെയും കഞ്ചാവ് തോട്ടത്തിനെ പറ്റിയുള്ള രേഖകൾ, സ്വർണ്ണ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനുള്ള ഡയഗ്രംസ്, അതേപോലൊരു ബ്രീഫ് കേസ് അവന്റെ കയ്യിലുണ്ട്. അതിലെ രഹസ്യങ്ങൾ അവൻ ലോകത്തിന് വെളിപ്പെടുത്താൻ പോകുന്നു അത്രേ. അത് തട്ടണം, അത് തട്ടണം, അത് തട്ടണം.
അത് തോക്കാണത് പൊട്ടും. പൊട്ടട്ടെ. ബാലേട്ട, ഞാൻ ദാസൻ, രാമദാസൻ, ബാലേട്ടന്റെ അയൽക്കാരനായിരുന്ന ആ ദാസൻ. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? അനങ്ങി പോകരുത്, രണ്ടെണ്ണത്തിന് ഞാൻ തട്ടും. ദാസാ, ഇയാൾക്ക് പ്രാന്താണെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ല. ബാലേട്ട, നിങ്ങൾ എനിക്ക് എത്രയും പെട്ടെന്ന് കൊല്ലണം, അല്ലെങ്കിൽ എന്റെ ഭാര്യ മക്കളെ അവന്മാർ തട്ടും. ബാലേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? വന്നപ്പത്തോട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഈ മാറ്റം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ബാലേട്ട, എനിക്ക് വയ്യ. രണ്ടാളും തന്നെത്താൻ വെടിവെച്ച് അങ്ങ് ചാവ്. എന്റെ ഭാര്യയും കുട്ടികളെയും അവന്മാര് കൊണ്ടുപോയി. നിങ്ങൾ ചത്തില്ലെങ്കിൽ അനന്തൻ നമ്പ്യാർ അവരെ കൊല്ലും. അനന്തൻ തമ്പിയാരോ? അതെ, അനന്തൻ നമ്പ്യാർ എന്നെ. നിങ്ങൾ കാരണം ജയിലിലായ നമ്മുടെ പഴയ അനന്തൻ നമ്പ്യാർ. കൊപ്പർ ഇറക്കാൻ വന്ന എന്നെ നമ്പ്യാരുടെ ആളുകൾ തല്ലിച്ചതച്ചു. പിന്നെ ഈ തോക്കും തന്ന് ഇങ്ങോട്ട് അയച്ചു, നിങ്ങളെ കൊല്ലാൻ. നമ്പ്യാർ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ജയിൽ ചാടിയത് തന്നെ നിങ്ങളെ തട്ടാനാണത്രേ. നമ്പ്യാരുടെ ഇവിടുത്തെ സഹായികൾ ആരൊക്കെയാണ്? അതൊന്നും എനിക്കറിയില്ല. ഒരു തടിയൻ കാലമാടന എന്നെ തല്ലിയതും ഈ തോക്ക് തരിച്ചും ഒക്കെ. തടിയൻ? കുറച്ച് കഷിന്റെയൊക്കെ ആയിട്ട്? ആ, അതന്നെ. ഓഹോ, ഇനിയൊന്നും ആലോചിക്കാനില്ല. നമുക്കെല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. എന്ത് തെളിവ്? നമ്മളെ കൊല്ലാൻ തൂക്ക് കൊടുത്തയച്ചത് ആ തടിയനാണെന്ന് ബാലേട്ടനെ കൊണ്ട് കോടതിയെ നമുക്ക് ബോധ്യപ്പെടുത്താം. അവനെ അറസ്റ്റ് ചെയ്ത് എല്ലാ കുറ്റങ്ങളും നമുക്ക് സമ്മതിപ്പിക്കാം. വിജയ, സർക്കിളിൽ ഫോൺ ചെയ്യ്. ആവശ്യമുള്ള വാഹനങ്ങൾ, വെടിയുണ്ടകൾ, ബോംബുകൾ ഒരു ഏറ്റുമുട്ടലിന് താരായിക്കൊള്ളൂ. ഈ നേരം വെളുക്കറായ നേരത്തെ വിളിയെടാ. ഈ പ്രഭാതം ആ തടിയന്റെ അവസാനത്തെ പ്രഭാതമായിരിക്കും. സൂര്യരശ്മി കടക്കാത്ത ഇരുട്ടറയിൽ നിന്ന് ഇനിവരെ മോചനമില്ല. സമയമാം രഥം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിളിയെടാ. ബാലേട്ട, ബാലേട്ടൻ ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട. ബാലേട്ടന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒന്നും സംഭവിക്കില്ല. നമ്മൾ വരുന്ന വിവരം എങ്ങനെയോ അവൻ മണത്തറിഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എങ്കിൽ നഗരത്തിലെ എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു വേണ്ട, പറയണ്ട. നമുക്ക് ആദ്യം അവനെ പിടിക്കാം, എന്നിട്ടാവാം പോലീസ്. യെസ്, ദാറ്റ് ഇസ് ആൻ ഐഡിയ. ബ്രീഫ് കേസ് കിട്ടി. മിടുക്കൻ. സക്സസ്, ഇനി പേടിക്കാനില്ല. വെൽ ഡൺ, വെൽ ഡൺ. അതൊക്കെ പിന്നെ തുറക്കാൻ പ്രഭാര. എസ്കേപ്പ്. ഇത് തമ്പി സാറിന്റെ കൊപ്രകളാണല്ലോ. അതെ. തമ്പി സാർ,
എന്താ സാർ ഇതൊക്കെ? അനന്തൻ നമ്പ്യാർ. നമ്പ്യാർ, അപ്പൊ ഇവരൊക്കെ ഒറ്റ കെട്ടാണ് വിജയ. വിജയ, ഒരു മിനിറ്റ് ഒന്ന് പെരുമാറണം. ഒരു ചെറിയ സാധനയാക്കി കൊടുക്കാനില്ല. ഞാൻ പ്രൊഫസർ വിദ്യാധരൻ, ഗ്ലാഡ് ടു മീറ്റ് യു. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ ഈ പെട്ടി തരില്ല. പെട്ടിയല്ലടാ നിന്നെ വേണ്ടത്. കള്ളക്കടത്തും കൊലപാതകം ഇന്നോടെ ഞങ്ങൾ അവസാനിപ്പിക്കും. നിങ്ങൾ എന്തിനാ ഈ തടിയും തല്ലുന്നത്? നമ്പ്യാരുടെ കൂടെ ഉണ്ടായിരുന്ന ഈ തടീനല്ലേ? ആ തടിയല്ല, ഈ തടിയൻ വേറെ തടിയൻ. നിങ്ങളാരാ? ഐ എം എ ബേർഡ് വാച്ചർ. ദാസാ, ദേ ഇത് കൊണ്ടുപോയി. വിജയ, പോലീസിനെ വിളിക്കേ. ദാസാ, പോയിക്കോ പോയിക്കോ. എന്തൊരു കവിളാ കവിള്, കൊതിയായിട്ട് പാടില്ല. എന്റെ ഭാര്യയും കുട്ടികളും നിന്റെ കസ്റ്റഡിയിലെന്നല്ലേ പറഞ്ഞേ? ഇപ്പോ നീ എന്റെ കസ്റ്റഡിയിലാ. ദാസാ, ദാസാ, ദാസാ. Ladies from Tamil Nadu.